ഇനി നമുക്ക് കുട്ടികളുടെ കളിപ്പാട്ടമായ ചെണ്ട വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു ഐറ്റം ചെയ്തെടുക്കാമേ. അതിന് വേണ്ടി പഴയൊരു ചെണ്ട എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ പൊട്ടുന്ന ഈ രണ്ട് സൈഡും പൊട്ടിപ്പോയതുണ്ടായിരുന്നേ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെണ്ട നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ എടുത്തത്. ഇതുപോലത്തെ കളിപ്പാട്ടം പോലത്തെ ചെണ്ടയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി എൻ്റെ കയ്യിലൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ചെണ്ട ഉണ്ടായിരുന്നേ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് പൊടിയൊക്കെ തട്ടി നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് രണ്ടും അതായത് കുട്ടത്തെ സൈഡ് രണ്ടും പോയിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ നമുക്കൊരു അടപ്പാണ് വേണ്ടത്. ഈ അടപ്പും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പഴയ ഡബ്ബയുടെ അടപ്പായിരുന്നു. അപ്പോൾ ഇത് ഉപയോഗിക്കാതെ കിടന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണമായിരുന്നു. അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഗ്ലൂ ആണ്. അപ്പോൾ ഇത് ഞാൻ ഫ്ലെക്സ് ക്വിക്കാണ് എടുത്തേക്കുന്നത്. പെട്ടെന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഗ്ലൂ വേണേൽ നിങ്ങൾ എടുക്കാനായിട്ട്. അപ്പോൾ ഫെവിക്വിക്കാണെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ 3 സാധനങ്ങൾ മതി നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ ചെണ്ടയുടെ ഒരു സൈഡിൽ നമുക്ക് ഈ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഗ്ലൂ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നമ്മളുടെ എടുത്ത് വെച്ചിട്ടുള്ള അടപ്പിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ അപ്പോൾ നിങ്ങൾ ചെണ്ട എടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള അടപ്പ് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ചെണ്ടയുടെ ആ ഒരു വട്ടത്തിൻ്റെ ആ ഒരു വലിപ്പം അനുസരിച്ചിട്ട് വേണം നമ്മൾ അടപ്പെടുക്കാനായിട്ട്. കാരണം അടപ്പിലേക്ക് വേണം നമ്മളിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം കളറുള്ള ഒരു ചെണ്ടയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ കളറുകളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ കളർ വേണമെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ എടുക്കുന്ന ചെണ്ടയ്ക്ക് കളറില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കളറൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് കിച്ചൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ കൊടുത്തിട്ട് നമുക്ക് വലിയ സ്പൂണുകളോ അല്ലെങ്കിൽ തവികളോ അല്ലെങ്കിൽ കത്തിയോ ഒക്കെ നമുക്ക് ഇട്ട് വയ്ക്കാവുന്നതാണ്. അപ്പോൾ അടിപൊളി ഒരു കിച്ചൺ ഓർഗനൈസറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.